Hello. Magic morning to all. Okay. Magic എവിടെ morning. ആരും Good morning. കാണുന്നില്ലല്ലോ. Good morning. Magic morning. Magic morning. Magic morning. Magic morning. Okay. എവിടെ പോയി എല്ലാവരും? മാക്സില് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തിരിക്കണേ. ഓക്കെ, അബ്ദുള്ള സർ. Magic morning, all. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ പോസ്റ്റേഴ്സും കാര്യം നമ്മുടെ ഗ്രൂപ്പുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ബി മാജിക് മെമ്പറിനായിട്ടുള്ള നൗഫൽ മുക്കം സാറാണ് നമുക്ക് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. സാറിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. സോ ഈ നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ നൗഫൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. നൗഫൽ സർ, പ്ലീസ് വെൽക്കം സർ. ഹലോ, മാജിക് മോർണിംഗ് ഓൾ. കേൾക്കുന്നുണ്ടോ? ഓഡിയബിളാണ്. അപ്പോൾ എൻ്റെ പേര് നൗഫലാണ്. കുറച്ച് പേർക്കൊക്കെ അറിയാം, മുക്കത്താണ് സ്വദേശം. ചെറിയ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊക്കെ വരുന്ന ഗസ്റ്റുകളെ പോലെ ഒരു മോട്ടിവേഷൻ സ്പീക്കറൊന്നും അല്ല, ട്രെയിനറല്ല, നിങ്ങളെപ്പോലെ ഒരു മെമ്പറാണ്. അപ്പോൾ ഇതിൽ നിന്നും ബി മാജിക്കിൽ നിന്നും കിട്ടിയ കാര്യങ്ങളും ബുക്കിൽ നിന്നും കിട്ടിയ കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുക. അപ്പോൾ അതാണ് ഉദ്ദേശം. ഒരു ക്ലാസ് ആയിട്ടാണ് കാണണ്ട. എന്നിരുന്നാൽ പോലും ഇതിൽ പറയുന്ന എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. കാരണം ഞാനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടാണ് ഇതൊക്കെ ഓർത്ത് വെക്കാനും നിങ്ങളോട് ഷെയർ ചെയ്യാനൊക്കെ പറ്റിയത്. ഇപ്പൊ തന്നെ നമ്മൾ നല്ലൊരു മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, അബണ്ടൻസിന്റെ ഒരു മെഡിറ്റേഷൻ. അപ്പോൾ ആ മെഡിറ്റേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ ഇങ്ങനെ മൈൻഡിൽ ചെയ്ത് അതേപോലൊക്കെ നമ്മൾ എന്താക്കുകയാണ്, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ലീഡർ ആവാം. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു ലീഡർ ആവാം എന്നാണ്. അപ്പോൾ ഇതിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നാൽ എന്ത് എന്നുള്ളത്. അപ്പോൾ അതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യുക, ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട് നല്ല നല്ല ലീഡേഴ്സ് ഒക്കെ. ഇപ്പോൾ സേഫ് സാറിനൊക്കെ അറിയാം. അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഈ കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സാറ്, അതേപോലെ രത്തൻ ടാറ്റ സാറ്, യൂസുഫ് അലി സാറ്, മമ്മൂട്ടി, അവരൊക്കെ, അതേപോലെ ഷാറൂഖ് ഖാൻ, ഇവരൊക്കെ ലീഡർഷിപ്പ്, ഓരോ മേഖലയിലും ഓരോ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളാണ് ഇവരൊക്കെ. ഇപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഡെയിലി റൊട്ടീൻസിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് നല്ലൊരു ലീഡർ ആവാം. ചില ആളുകൾ എന്താക്കും, ഈ ഡെയിലി റൊട്ടീൻസ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചില ആളുകൾ രാവിലെ തന്നെ എന്ത് ചെയ്യും, 8 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് എന്താക്കും, കുറച്ച് നേരം ഫോണിലൊക്കെ കാണും. ഫോണൊക്കെ കണ്ടു കഴിഞ്ഞ് ചിലപ്പോൾ ഫോണിലൊക്കെ സംസാരിച്ച് ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് 10 മണിക്ക് ജോയിൻ ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരിക്കും. അപ്പോൾ എന്താക്കും, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഫോണിലൊക്കെ നോക്കി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 9:50 ഓടി പഠിച്ച് പോവും. ചിലപ്പോൾ തലേ ദിവസം ചിലപ്പോൾ പെട്രോൾ അടിച്ചിട്ടുണ്ടാവില്ല, പെട്രോൾ തീരും, അല്ലെങ്കിൽ ബസ്സിന് ടൈം തെറ്റും. അങ്ങനെ 10 മണിക്ക് എത്തേണ്ട ആൾ 10:15 എത്തും. അപ്പോൾ അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലല്ലോ. ചില ആളുകൾ എന്താക്കും, ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതിലൊക്കെ ഉള്ള ചില ആളുകളൊക്കെ എനിക്കറിയാം. ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എണീക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നിട്ട് കുളിക്കും, എന്നിട്ട് പ്രയർ ചെയ്യും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യും, അല്ലെങ്കിൽ ഫോർഗീവ്, ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ ഇതിലുള്ള ആളുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാമോ? അവരൊക്കെ രാവിലത്തെ റൊട്ടീൻസിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഒന്ന്, അല്ലെങ്കിൽ പറയാൻ പറ്റുന്നത് പറയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. ടു ഡു ലിസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. പിന്നെ അഫർമേഷന്, വിഷ്വലൈസേഷൻ, ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് രാവിലെ നടക്കാൻ പോകുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ആളുകളുണ്ടാവും, അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ പല ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളുണ്ടാവും, പത്രം വായിക്കുന്ന ആളുകളുണ്ടാവും. അതൊക്കെ നല്ല കാര്യമാണ്. അതൊക്കെ ചെയ്ത് ടു ഡു ലിസ്റ്റ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇത്ര സമയത്ത് അവർ കഴിക്കും, അല്ലെ മെഡിസിൻ ഉണ്ടാവും, അത് കറക്റ്റ് സമയത്ത് അവർ കഴിക്കും, രാവിലെ വെള്ളം കുടിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളും അതേപോലെ ഒരു ലീഡർ ആവാൻ തയ്യാറാവുന്ന ആളുകളുമായിരിക്കും. ലീഡർ ആവാൻ തയ്യാറാകുന്ന ആളുകൾ എന്താക്കും, ഇതൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യും. നമ്മളൊരു 21 ചലഞ്ചിൽ ചേർന്നിട്ട് ഒരു 21 ഡേയ്സ് മാത്രം ഇത് ചെയ്താൽ നമ്മൾ കൺസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കില്ല. ഇത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്താണ്, ഡേ ടു ഡേ എഴുതി വെക്കുക, അത് ചെയ്യുന്നു. കാരണം ഓർമ്മകളാണ്. ഒരു ദിവസം ഒരു മനുഷ്യന്റെ പിന്നെ മൈൻഡിൽ ഏകദേശം 60,000 ചിന്തകൾ വരുന്ന ഒരു ദിവസവും.
ഒന്ന് വെറുതെ ഇരുന്ന് നോക്കിയാൽ മതി. ഫോണൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് ഒന്ന് വെറുതെ ഇരുന്ന് നോക്കി എത്ര ചിന്തകൾ വരുന്നുണ്ടാവും ഒരു മിനിറ്റിൽ തന്നെ. അപ്പോൾ 24 hours അല്ലെങ്കിൽ 12 മണിക്കൂർ എത്രത്തോളം ചിന്തകൾ നമ്മളെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവും. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ തലേന്ന് തന്നെ ചെയ്യുക, എഴുതി വെക്കുക, പിറ്റേന്ന് അത് ഫോളോ ചെയ്ത് കറക്റ്റ് ചെയ്യുക. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പിറ്റേത്തെ ടു ഡു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഈ പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകൾ ചെയ്യുന്ന ശീലങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, അതേപോലെ ഫോർഗീവ്നെസ്, ഈ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഇതിൽ കണ്ടു. നമ്മൾ സ്വയം തന്നെ എന്താക്കുക ചെയ്യുക, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കുക, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാന്നുള്ള ആ ഒരു ഭാവനയിലും ആ ഒരു ചിന്തയിലും തന്നെ ഇറങ്ങുക. കാരണം നല്ല കോൺഫിഡൻസ് ഉള്ള ഡ്രസ്സ് ധരിക്കുക. ലീഡറുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിലപ്പോൾ കോട്ടും സൂട്ടും ഒന്നും ഇടണമെന്നില്ല, ഉള്ള വസ്ത്രം അയൺ ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും പുതിയതിടണമെന്നല്ല, ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൻ്റെതായ ഡ്രസ്സുകളില്ല. ചിലപ്പോൾ ചെറുപ്പക്കാരാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ യോയോ ഡ്രസ്സ് ഉണ്ടാവും, ചിലപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് അത് ഇടുക, അല്ലെങ്കിൽ വൈറ്റ് ഷർട്ട് ഇടുക. അപ്പം മരണ വീട്ടിലും കല്യാണ വീട്ടിലും നമ്മൾ ഒരേ ഡ്രസ്സ് ഇടാറില്ലല്ലോ. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം ആളുകൾ നോക്കും. അതേപോലെ ഒരു സൊസൈറ്റിയിൽ ഇരിക്കുമ്പോൾ ആളുകളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ നഖം കടിക്കാതിരിക്കുക, അങ്ങനത്തെ ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ നമ്മളൊരു വഴിക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ രണ്ട് കാര്യം നമ്മളിപ്പോൾ നമ്മളെ കയ്യിൽ കരുതണം, നമ്മളെ മൈൻഡിൽ കരുതണം. ഒന്ന് ഫോർഗീവ്നെസ്സും ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡും. ഇത് നമ്മൾ ഇറങ്ങി വീട്ടിൽ തിരിച്ച് കിടക്കുന്നത് വരെ നമ്മളെ കയ്യിൽ വേണ്ട കാര്യമാണ്. ഇതില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. കാരണം ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമുക്ക് ക്ഷമിച്ചു കൊടുക്കുക, പുറത്തു കൊടുക്കുക. നമ്മൾ പല ആളുകളോട് ഓരോ ദിവസവും ഇടപഴകുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമ്മളെന്താക്കും, നമുക്ക് ചിലപ്പോൾ ദേഷ്യം, വിദ്വേഷം, പക ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മെഡിറ്റേഷനിൽ പറഞ്ഞ പോലെ ഇതൊക്കെ കൊണ്ട് നമ്മൾ പേറി നടന്നാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു കല്യാണത്തിന് പോവാണ്, നല്ല കോൺഫിഡൻറ്റിൽ ഇങ്ങനെ പോവാണ്, നമ്മൾ ഒരു നമുക്ക് ദേഷ്യമുള്ള പകയുള്ള ഒരാളെ അവിടെ വെച്ച് കണ്ടാൽ എന്താ നമ്മളെ അവസ്ഥ? നമ്മൾ ആരെ സന്തോഷം അവിടെ നഷ്ടപ്പെടുന്നത്? നമ്മളെ സന്തോഷം നഷ്ടപ്പെടുന്നു, അല്ല അവരെ സന്തോഷമല്ല ഒരിക്കലും നഷ്ടപ്പെടുന്നത്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ അവിടെ വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്ക് ഇറിറ്റേറ്റ് കൂടും. നമ്മൾ സ്വയം തന്നെ വിചാരിക്കും പരിപാടി വൈൻഡപ്പ് ചെയ്ത് പോവാ എന്ന് തോന്നിയിട്ട് നമ്മളെ സന്തോഷം നമ്മൾ എന്താക്കുകയാണ്, നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്, മറ്റുള്ളവർക്കല്ല. ഈ ഭാണ്ഡം പേറിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു കപ്പ് ഗ്ലാസ് ആണെങ്കിൽ അത് നമുക്ക് ഒരു ചായ കുടിക്കുന്നത് വരെ നമുക്ക് ഒരു കയ്യിൽ പിടിക്കാൻ കഴിയും. ഒരു 12 മണിക്കൂർ നമ്മളെല്ലാം 8 മണിക്കൂർ ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഭാരമാവും. ഇതുകൊണ്ട് നമ്മൾ നടക്കാൻ കഴിയില്ല. അത് പിടിച്ച് ഇങ്ങനെ നോക്കേണ്ടി. അതേപോലെ ഒരു ചീഞ്ഞ പൊട്ടാറ്റോ ആണ്, അത് ഫ്രിഡ്ജിലാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൻ്റെ ഇതിലാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഓരോ ദിവസം കഴിയുന്തോറും അതിങ്ങനെ അതിൻ്റെ ദുർഗന്ധം വമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ മനസ്സും അങ്ങനെ തന്നെ ജീർണിച്ച് പോകും. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരോടും ഫോർഗീവ് ചെയ്യുക. ഇത് എത്ര പകലുള്ള ആളുകളായിക്കട്ടെ, ഈ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർ, ഇത്രയും നേരത്തെ എണീക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം, എന്നാലേ ലൈഫിൽ വിജയിക്കുള്ളൂ. എനിക്ക് ഓനോട് ഒരിക്കലും പുറത്തെടുക്കാൻ കഴിയില്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, എനിക്ക് ഓനോട് ക്ഷമിക്കാൻ കഴിയില്ല, ഓൻ അത്രയും പിന്നെ വിശ്വസിച്ചിട്ട് അത്രയും കാലം കൂടെ നടന്നിട്ട് ഓനെ വഞ്ചിച്ച് എന്ന് വെച്ചാൽ ആ ഒരു മൈൻഡ് നമ്മൾ ഒഴിവാക്കണം. ഈ ലീഡേഴ്സിനൊക്കെ അങ്ങനെയുള്ള ആളുകളാണോ ലീഡേഴ്സൊക്കെ? അങ്ങനെയാണെങ്കിൽ അവരൊക്കെ എവിടെയെങ്കിലും എത്തുമോ? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഈ മറ്റുള്ള ആളുകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പഠിക്കാത്ത ആളുകളാണ് അവർക്ക് ഫോർഗീവ്നെസ് എന്താണെന്ന് അറിയില്ല, അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് ചിലപ്പോൾ അറിയില്ല. ചിലപ്പോൾ സാധാരണക്കാരായിരിക്കും, ചിലപ്പോൾ പ്രായമുള്ള ആളുകളായിരിക്കും, ചിലപ്പോൾ കുട്ടികളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സ്റ്റാഫുകളായിരിക്കും. അപ്പോൾ എന്താക്കുക, എല്ലാവരോടും പുറത്തു കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക. അത് നമ്മൾ ജീവിതത്തിൽ ഉടനീളം നമ്മൾ എന്താക്കുക, ഒരു ദിവസം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ അവരെ വിളിച്ച് അവരോട് അങ്ങോട്ട് ക്ഷമ പറയാ, അല്ലെ പറ്റിപ്പോയി, അതിലൊന്നും നമുക്ക് ഒരു കുറവും വരാനില്ല, നമ്മളെ സ്ഥാനം അതിൽ കൂടിക്കൂടി വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കൊണ്ടു നടക്കേണ്ട മറ്റൊരു കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് നമ്മൾ ഇങ്ങനെ പറയും, ദൈവത്തോട് പറയും, നല്ല ആരോഗ്യം തന്നതിന് നന്ദി, നല്ല കണ്ണ് തന്നതിന് നന്ദി, നല്ല സൗന്ദര്യം നൽകിയതിന് നന്ദി, നല്ല വാഹനം നൽകിയതിന്, അങ്ങനെ നമ്മൾ ഓരോന്നും പറയും ദൈവത്തോട്. അപ്പൊ നമ്മൾ കൂടുതൽ നന്ദി പറഞ്ഞാൽ കൂടുതൽ നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ചില ആളുകൾ ഉണ്ടാവും അങ്ങനെ ചോദിക്കൊണ്ട്, ദൈവമേ എനിക്കത് തരണം, ദൈവമേ എനിക്കിത് തരണം, നല്ലൊരു കാറ് തരണം, നല്ലൊരു വീട് തരണം. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാളോട് 1000 രൂപ കടമായിട്ട് ചോദിച്ചു, അല്ലെ ഒരു 10,000 ചോദിച്ചു. വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കുമ്പോൾ എന്താണ്, അയാൾക്ക് ആ വ്യക്തി ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. നേരെ മറിച്ച് നമ്മളെ കിട്ടിയതിന് ഇങ്ങനെ എപ്പോഴും നന്ദി പറയുമ്പോൾ എന്താണ്, തരാനുള്ള ഒരാഗ്രഹം
അവർക്ക് വേറെ. പിന്നെ ഈ ഫോർഗീവ് ചെയ്യാൻ വേണമെങ്കിൽ ഞാനൊരു വേറൊരു ടിപ്പും കൂടി പറഞ്ഞു തരാം. അതായത് ആരോടെങ്കിലും ഇപ്പം നമുക്കൊരു സുഹൃത്തിനോടോ അയൽവാസിയോടോ ആണെങ്കിൽ നമുക്കൊരു പകെങ്കിൽ അല്ലെങ്കിൽ ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാലത്ത് നമ്മൾ നല്ലോണം ഒന്നിച്ച് ചിരിച്ച് കളിച്ച് ഒന്നിച്ച് വളർന്നവരോ അല്ലെ ഒന്നിച്ച് പഠിച്ചവരോ അല്ലെ ഒന്നിച്ച് റൂംമേറ്റ്സ് ഒക്കെ ആയിരിക്കും. ആ കാലഘട്ടത്തിൽ അവർ നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങളുണ്ടാവും, നല്ല കാര്യങ്ങളുണ്ടാവും. അതൊന്ന് നമ്മൾ എഴുതി വെക്കുക. ഒരു 2, 3, 4, 5 അത്രയുള്ള അവർ നമ്മൾ പലപ്പോഴും സഹായിച്ചിട്ടുള്ളതുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം വാങ്ങി തന്നിട്ടുള്ളതുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ തന്നിട്ടുണ്ടാവും. അതൊക്കെ എഴുതി വെച്ചിട്ട് അവരെ നമുക്ക് സന്തോഷം തന്നിരുന്ന ആ കാര്യങ്ങളൊക്കെ എന്താക്കുക, നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് ആ വ്യക്തിയെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താക്കാം, ഫോർഗീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഞാൻ പറഞ്ഞു തന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചാനലൊക്കെ ചെയ്തല്ലോ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആള്, അതെന്താക്കിയാൽ മാക്സിമം നമ്മൾ വീട്ടിൽ തിരിച്ചു വരുന്നത് വരെ നമ്മൾ കീപ്പ് ചെയ്യുക. അതായത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാൽ നമുക്കൊരു വാഹനം കിട്ടിയാൽ ആ കിട്ടിക്കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൈസ കൊടുത്തിട്ടാണ് ടാക്സി വിളിക്കുന്നതെങ്കിൽ പോലും നമ്മൾ ആ ഡ്രൈവറോട് എന്താക്കുക, നന്ദി പറയാം, താങ്ക് യു എന്ന് പറയാം. അതേപോലെ ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയാൽ അവിടുന്ന് നല്ല ഭക്ഷണം കിട്ടിയിരുന്ന അവരോട് എന്ത് ചെയ്യുക, താങ്ക് യു പറയാം. ഭക്ഷണം കൊണ്ടുവന്ന സപ്ലയറോട് താങ്ക് യു പറയാം. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ലീഡറാവും. ഒരു ടെക്സ്റ്റൈൽസ് പോയിട്ട് നമ്മൾ ഡ്രസ്സ് വാങ്ങി, ഇപ്പം നല്ല ഡ്രസ്സ് കിട്ടുമ്പോൾ ക്യാഷ് കിട്ടുമ്പോൾ അതിന് താങ്ക് യു പറയാം. ചില ആളുകൾ പൈസ വാങ്ങുന്ന ക്യാഷിന് നമ്മളോട് ചിലപ്പോൾ നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ താങ്ക് യു എന്ന് പറയും, ആ പൈസ കിട്ടിയത് കൊണ്ട്. അപ്പോൾ കസ്റ്റമറെ നമ്മൾ തിരിച്ചും താങ്ക് യു തന്നെ പറയാം. അല്ലെങ്കിൽ നമ്മളാണ് ക്യാഷറെങ്കിൽ ഒരാൾ ആ സാധനം കൊടുക്കുമ്പോൾ താങ്ക് യു പറഞ്ഞാൽ നമ്മൾ തിരിച്ച് വെൽക്കം എന്ന് പറയണമെന്നില്ല, തിരിച്ച് താങ്ക് യു എന്ന് പറയാം. അത് നല്ലൊരു വേർഡാണ്. കാരണം ആ സാധനം നമുക്ക് കിട്ടി അല്ലെങ്കിൽ ആ പൈസ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കാണ്. അപ്പോൾ തിരിച്ച് താങ്ക് യു പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ 2 സാധനം നമ്മൾ ജീവിതത്തിലുടനീളം പാലിക്കുക. അപ്പോൾ ഒരു സെക്യൂരിറ്റിയോട് നമുക്ക് ഡോർ തുറന്നു തരുമ്പോൾ ആൾ പോകുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് താങ്ക് യു പറയാം. പിന്നെ ഒരു നല്ല ലീഡർഷിപ്പുള്ള ക്വാളിറ്റി ഉള്ള ആൾ എല്ലാവരോടും പുഞ്ചിരിക്കും. യൂസുഫ് സാലി സാറൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ഏത് ഇന്റർവ്യൂവിലായിക്കോട്ടെ ഇങ്ങനെ വീഡിയോസിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കാണുന്ന ആളുകളോടൊക്കെ പുഞ്ചിരിക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ഒരുപാട് ആൾക്കാർ വായിച്ച കാര്യങ്ങളാണ്, കേട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് കണ്ടാൽ മതി, ക്ലാസ് ആയിട്ട് കാണണ്ട. അപ്പോൾ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പറയുന്നത്, അതിൻ്റെ ഒരു ശൈലിയാണ്. ഒന്നത് പ്രിപ്പയർ ഒന്നും ഇല്ല, ഇന്നലെ വൈകിട്ട് പറഞ്ഞത് കൊണ്ട് ഇന്ന് രാവിലത്തെ മെഡിറ്റേഷനിൽ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തു. പിന്നെ അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ 1 by 1 ആയിട്ട് ചിലപ്പോൾ പറഞ്ഞോളണമെന്നില്ല. അപ്പോൾ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കട്ടോ, അൺമ്യൂട്ട് ചെയ്തിട്ട്. എനിക്കറിയാൻ പറ്റുന്നതാണ് ഞാൻ പറയും, അല്ലെങ്കിൽ മനസ്സാറി ലക്ഷൻ സാറ് ഇവർക്കൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന ആളുകളുണ്ട്, പേരറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അവസാനം പറയും. പിന്നെ ഞാൻ പറയാത്ത കാര്യങ്ങൾ, വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇതിലുള്ള ഓരോരുത്തർക്കും പറയാം. അപ്പം പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാര്യം. അപ്പം അത് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അഫർമേഷൻ നമ്മൾ പറയാറില്ലേ, അഫർമേഷനൊക്കെ എഫക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 100 200 പ്രാവശ്യം പറയണം. അപ്പോൾ എവരി ഡേ ഇൻ എവരി വേ അതൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. രാവിലെ 2 3 പ്രാവശ്യം അല്ല 5 പ്രാവശ്യം ഒന്നും പറഞ്ഞാൽ പോരാ. അതേപോലെ തന്നെയാണ് ഈ താങ്ക് യു എന്ന വാട്. ജീവിതം പെട്ടെന്ന് മാറ്റി മറിക്കാൻ പറ്റുന്ന വേറൊരു മന്ത്രം കൂടിയാണ് ഈ താങ്ക് യു എന്ന് പറഞ്ഞ ഈ ചെറിയ വാചകം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താക്കുക, എഴുതി വെച്ചിട്ട് ഇന്ന് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ, എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞു എന്നൊരു പരിശോധന നമ്മൾ സ്വയം നടത്തേണ്ടതാണ്. അതിനൊരു സെൽഫ് ഇംപ്രൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നത്. അതേപോലെ നമ്മളെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് എന്താവണം, ഈ ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇങ്ങനെ പരീക്ഷണങ്ങൾ തന്നു. ഓൻ നന്നാൻ പറ്റിയ ആളാണോ, അവന് വലിയൊരു വീട് കൊടുക്കാൻ പറ്റിയ ആളാണോ, ഒരു സ്ഥാപനം ഒരു 50 സ്റ്റാഫേയും കൊടുത്തു കഴിഞ്ഞാൽ അവനക്കത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണോ തന്നെയായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഡയറ്റിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചെന്ന് വിചാരിക്കുക. നാളെ മുതൽ ഇപ്പോൾ നോൺ വെജ് ഒക്കെ ഒഴിവാക്കി ഡയറ്റ് പ്ലാൻ ചെയ്ത് ഒക്കെ കറക്റ്റ് ഉദ്ദേശിക്കും. അപ്പോഴാണ് അടുത്ത വീട്ടിൽ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു സൽക്കാരം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ എന്തെങ്കിലും ഒരു ചെലവ് കാര്യങ്ങൾ അതൊക്കെ വരും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓർക്കും, ഇതെന്താ ഈ സമയത്ത് വരുന്നത്. ചില ആളുകൾ പറയും ഡയറ്റ് തുടങ്ങുമ്പോഴാണ് വീട്ടിലെന്നും ഗസ്റ്റ് വീട്ടിലെന്നും. അത് നമ്മൾ ആത്മനിയന്ത്രണം പരിശോധിക്കാൻ വേണ്ടി ഈ പ്രപഞ്ച യൂണിവേഴ്സിൽ നമ്മളിലേക്ക് ആക്കുകയാണ്. നമുക്ക് അതിനുള്ള കഴിവുണ്ടോ,
കാരണം ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഉള്ള പോലെ ഫേസ്ബുക്കിൽ നമ്മൾ കാര്യം സെർച്ച് ചെയ്താൽ അത് തന്നെ ആയിരിക്കും വരില്ലേ. അതെന്താ, നമ്മളെ ഡേറ്റകളൊക്കെ ഓരോരുത്തരുണ്ടാവും, നമ്മൾ കാണുന്നതൊക്കെ അറിയും. പക്ഷെ അതേപോലെ തന്നെയാണ് നമ്മളെ മൈൻഡ് ഈ പ്രപഞ്ച ശക്തിക്ക് കറക്റ്റായിട്ടാണ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഉള്ള ആളാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റിൽ നമ്മൾ പാസ്സാകണം, അതിനെ തരണം ചെയ്യണം. ഇപ്പോൾ പുകവലി പുകവലി നമ്മുടെ ഇപ്പോൾ ചില ആളുകളുണ്ടാവും. അപ്പോൾ അത് ബാഡ് ഹാബിറ്റാന്ന് എല്ലാവർക്കും അറിയാം. അത് ഒഴിവാക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിനുള്ള അനുകൂല സാഹചര്യങ്ങളായിരിക്കും ഒഴിവുണ്ടാകുക. ഒരിക്കലും പിന്നെ സിഗരറ്റ് വലിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ എത്തിപ്പെടുക, കല്യാണത്തിലുള്ള ഈവനിങ്ങിൽ. അപ്പോൾ സിഗരറ്റ് അവിടെ വെച്ച് എടുത്ത് കയ്യിൽ തരും. അതൊക്കെ ഈ പ്രപഞ്ചമാണ് ചെയ്യുന്നത് നോക്കി ആത്മനിയന്ത്രണം പാലിക്കുക. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വിട്ടു നിൽക്കുക. പിന്നെ അതേപോലെ മറ്റൊരു കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ, ജങ്ക് ഫുഡ് പിന്നെ ഒക്കെ ഒഴിവാക്കുക. അതൊക്കെ ഈ ഹെൽത്ത്, അത് ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആൾക്കാർ വാരി വലിച്ചൊന്നും ഭക്ഷണം കഴിക്കില്ല, ആവശ്യത്തിന് കഴിക്കും, നല്ല ഭക്ഷണം കഴിക്കും. ജങ്ക് ഫുഡൊക്കെ വല്ലപ്പോഴും നമുക്കൊരു ആഗ്രഹത്തിന്റെ പുറത്ത് കഴിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് കഴിക്കാം. മമ്മൂട്ടിയൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞ മാതിരി നമുക്ക് ആഗ്രഹമുള്ളതെല്ലാം കഴിക്കാം, പക്ഷെ ആഗ്രഹം തീരുന്നത് വരെ കഴിക്കരുത്. എന്ത് സാധനമാണെങ്കിലും ഒക്കെ അതിനൊക്കെ ലിമിറ്റേഷൻ വെക്കുക. ധാരാളം വെള്ളം കുടിക്കുക. അതേപോലെ ബാഡ് ഹാബിറ്റ്സിൽ പെട്ട കാര്യങ്ങളാണ് മറ്റുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കുറ്റം പറയാം, അവരുടെ സ്ഥാപനത്തെ കുറിച്ച്. അപ്പോൾ കഴിയുന്നതും നമ്മൾ മറ്റുള്ള വ്യക്തികളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുക. അതൊക്കെ ഒരു ബാഡ് ഹാബിറ്റാണ്. അതൊന്നും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾക്കും പറ്റിയതല്ല. പിന്നെ എന്തു പറയുക, ആ വ്യക്തി അങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സ്ഥാപനം അങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ സ്ഥാപനം ഇങ്ങനെയാണ്, അല്ലെ ഈ ലോകം തന്നെ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ലീഡറായിട്ടുള്ള ആളുകൾ പറയില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മളെ ഈ ഒരു ദിവസം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക, നമ്മളെ മൈൻഡിനെ നിയന്ത്രിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിട്ടു നിൽക്കുക, നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നത് അതിലൊക്കെ ഏർപ്പെടുക. അതിലൊന്നാണ് അപ്രിഷിയേറ്റ് ചെയ്യുക. ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആളുകളുടെ ഒരു പ്രധാന കാര്യമാണ് നമ്മൾ അഭിനന്ദിക്കുക. ചെറിയ കുട്ടിയാവട്ടെ, ഭാര്യയാവട്ടെ, മറ്റുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് നമ്മൾ എന്താ ഒരു ലൈക്ക് കൊടുക്കുക, അല്ല അഭിനന്ദിക്കുക. അതൊന്നും നമുക്കൊരു മുടക്കില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണ്. ആ മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യത്തിലൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പങ്കാളികളാവുക. അതൊരു വാക്കുകൊണ്ടാവാം. അതിനോടനുബന്ധിച്ചുള്ള കാര്യം ചാരിറ്റി ചെയ്യുക. ചാരിറ്റി നമുക്ക് 1000 രൂപ ചെയ്യാൻ കഴിയില്ലെങ്കിൽ 100 രൂപ ചെയ്യുക, 10 രൂപ ചെയ്യാൻ പറ്റുന്നത് 10 രൂപ ചെയ്യുക. ഇനി പൈസ ഒന്നും ചെയ്യാൻ പറ്റുള്ളവർക്കും ദിവസം ചാരിറ്റി ചെയ്യാം. നമ്മൾ ഓരോ ദിവസം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആളുകളൊക്കെ ചെയ്യുന്നതാണ് വലിയ വലിയ ചാരിറ്റികൾ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ ചാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ റോഡ് മുറിഞ്ഞ് നടക്കാൻ ഒരാളെ സഹായിക്കുക, ഒരു ചാരിറ്റി. ഒരു ദിവസം ഒരു ഉപകാരമെങ്കിലും ഒരു മനുഷ്യർക്കോ അല്ലെ ഒരു ജീവികൾക്കോ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയും റോഡ് മുറിച്ച് കിടക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ബ്രേക്ക് ചവിട്ടി കൊടുക്കുക, റോഡ് മുറിഞ്ഞ് കിടക്കുന്നവരെ സഹായിക്കാം നമുക്ക്. എല്ലാവരും നമ്മൾ പോയിട്ട് പോവാന്ന് വിചാരിക്കുക, നമ്മൾ ചവിട്ടി നമ്മൾ പിറകിലുള്ള വണ്ടികളൊക്കെ ചവിട്ടും, നമ്മൾ ചവിട്ടിയില്ല ആരും ചവിട്ടൂല. മഴത്തും വെയിലത്തും ആ നടന്നു പോകുന്ന ആൾക്കാർ ആ സീബ്ര ലൈനിന്റെ അപ്പുറത്തുള്ള സീബ്ര ലൈനിൽ നിയമപ്രകാരം തന്നെ നമ്മൾ വണ്ടി ചവിട്ടണം എന്നാണ്. ചവിട്ടി കൊടുക്കുക. ഹോസ്പിറ്റലിന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ, മെഡിക്കൽ കോളേജിന്റെ വഴിയിലൂടെ പോകുമ്പോൾ ഒക്കെ പോകുന്ന ആളുകളെ ഒരു മനസ്സിലാക്കിക്കൊണ്ട് ഈ വലിയ കാറിലൊക്കെ പോകുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു നോക്കേണ്ടി. ജാഗോർ, BMW, ബെൻസിലൊക്കെ പോകുന്ന കൂടുതൽ ആളുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്താ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളാണ്. ചില വണ്ടിയിൽ പോകുന്ന ആളുകൾ ചിലപ്പോൾ ചെയ്യില്ല. അതെന്തായിരിക്കും, ചിലപ്പോൾ അവരെ ഡ്രൈവറുകളായിരിക്കും, അവർക്ക് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി വേണമെന്നില്ല. ചിലപ്പോൾ മക്കളായിരിക്കും, അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി വേണമെന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താക്കും, നമ്മളെ നടത്തം, നമ്മളെ ഭാവം, ഇതൊക്കെ മറ്റുള്ള ആളുകൾ വീക്ഷിക്കുമ്പോൾ പിന്നെ നമുക്ക് ലീഡറാന്ന് തോന്നിക്കണം. നമ്മുടെ സംസാരം, നമ്മളെപ്പോഴും നല്ലൊരു ലിസണർ ആയിരിക്കുക. ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പെട്ട ഒരു ഏറ്റവും വലിയ ഘടകമാണ്. നമ്മളിങ്ങനെ എപ്പോഴും വായിട്ടിളക്കാതെ, എപ്പോഴും പിന്നെ സംസാരിക്കാതെ മറ്റുള്ള ആളുകൾ, നമ്മൾ മുന്നിലിരിക്കുന്ന ആളുകൾക്കല്ല, ഇപ്പം മണി സാറായാലും അബ്ദുൾ സാറായാലും റസാഖ് സാറായാലും, ഇതിലുള്ള എല്ലാവരും ഓരോ പാഠപുസ്തകങ്ങൾ. നമുക്കൊക്കെ 50 വയസ്സ് വരെ ജീവിച്ച ആൾക്കാർ 5 ആൾ 50 വയസ്സുണ്ടെങ്കിൽ 5 ആൾക്കും 5 പാഠമായിരിക്കും. അപ്പൊ ഇവരെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കിട്ടാണ്ടാവും. അപ്പോൾ 20 വയസ്സുകാരൻ്റെ 25, അപ്പൊ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ലിസണറായിട്ട് അവർ പറയുന്നത് ഇങ്ങനെ കേൾക്കുക, അവരെ മുന്നല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് വയ്ക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടപ്പോൾ അതിലൊരു കള്ളം കയറുമ്പോൾ വീട്ടിലെ ആളുകൾ സംസാരിക്കുമ്പോൾ അയാൾ പോക്കറ്റ് ഡയറിയിൽ എഴുതി വെക്കുന്നത് കണ്ടു. നല്ലൊരു പോയിന്റ് കിട്ടിയപ്പോൾ. അപ്പോൾ അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആണെന്നല്ല പറഞ്ഞത്, പക്ഷെ എഴുതി വെച്ചത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. ലൈഫിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ സക്സസ്. നമ്മൾ കേൾക്കുന്നതോ പഠിക്കുന്നതോ അല്ല, ഈ കാര്യങ്ങളൊക്കെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുക.
അപ്പോൾ നല്ലൊരു ലിസണർ ആയിരിക്കുക എന്നുള്ളത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാർ. അതേപോലെ ഒരു ബാഡ് ഹാബിറ്റാണ് ഇടയിൽ കയറി സംസാരിക്കുക. മറ്റുള്ള ആളുകൾ സംസാരിക്കുന്നതിനിടയിൽ പെർമിഷൻ വാങ്ങാതെ ചിലപ്പോൾ നമുക്ക് തിരക്കുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും. നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ മറ്റുള്ളവർ പറയുമ്പോൾ അറിയാത്ത ഭാഗത്ത് നിൽക്കുക, അല്ലെങ്കിൽ ഇതെനിക്ക് അറിയാവുന്ന മട്ടത്തിൽ നിൽക്കാതെ ആ കാര്യങ്ങൾ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് മട്ടിന് ഇത് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ അവിടുന്ന് അങ്ങനെ കേട്ടിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ആ ബുക്കിൽ കേട്ടിരുന്നു, ഞാനാണെന്നൊരു ഭാവമല്ലാത്ത രീതിയിൽ നിൽക്കുക. അതേപോലെ അഹങ്കാരം, അതായത് എളിമയോട് കൂടി ജീവിക്കുക. നമുക്ക് എത്ര ഉയർച്ചയിലെത്തിയാലും നമുക്ക് താഴെ എത്താൻ എന്താണ് ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അഹങ്കാരത്തോടു കൂടി സംസാരിക്കാതിരിക്കുക, പെരുമാറാതിരിക്കുക. ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ, വളരെ എളിമയോട് കൂടിയായിരിക്കും കാര്യം. ഇപ്പൊ മൻമോഹൻ സിംഗ് സാറൊക്കെ കണ്ടില്ലേ, അവരൊക്കെ നടത്തും. അപ്പോൾ അതേപോലെ ടാറ്റ, രത്തൻ ടാറ്റ, അവരൊക്കെ എളിമയോട് കൂടിയിട്ട് നടക്കുന്ന ആളുകളാണ്. അവർക്കൊരു വേറെ ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെ ഒക്കെ വേഗത്തിൽ ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ നമ്മളെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കണ്ടില്ല, അവരൊക്കെ നടത്തം കണ്ടില്ല, രജനീകാന്ത് സ്പീഡ് ചെയ്യുന്നത്. അവരൊക്കെ നടത്തം തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല സ്പീഡിൽ നടക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ കാര്യങ്ങളൊക്കെ നാളേക്ക് നീട്ടി വെക്കാതെ സ്പീഡ് ചെയ്യുക. സ്ഥിരത, സ്ഥിരോത്സാഹം, ഇത് ഒരു ലീഡർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സംഭവം, അത് ലൈഫിൽ നമ്മൾ അതില്ലെങ്കിൽ ഒന്നുമില്ല. നമ്മൾ വ്യായാമം ചെയ്യുന്ന ആളാണെങ്കിൽ, മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ, ഇതിന് ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ലൈഫിൽ ഉണ്ടാവില്ല. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻസി, സ്ഥിരോത്സാഹത്തോടു കൂടി ചെയ്യുക. പ്രോഡ്കാസ്റ്റിനേഷൻ നീട്ടിവെപ്പ്, അതൊരു ബാഡ് ഹാബിറ്റാണ്. നാളെ ചെയ്യുക, പിന്നെ ചെയ്യുക. ഇത് ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം ചെയ്യില്ല. നമ്മളൊരു ടു ഡു ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യത്തിന് പിറക്കെ തന്നെ നടക്കുക. അത് നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ, ഇത് എന്നായാലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇന്ന് തന്നെ ചെയ്താൽ ആ ഭാരം കുറഞ്ഞു. അപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകൾ മറ്റൊന്നാണ് നീട്ടിവെപ്പ് ഒഴിവാക്കുക, സ്ഥിരത, സ്ഥിരോത്സാഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവാം. റസാഖ് സാറ്, മനസ്സാറൊക്കെ കേൾക്കുന്നുണ്ടോ? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? അല്ലല്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ആ സർ ഓക്കെ. ക്ലാസ് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു മാരത്തോൺ ഓട്ടം പോലെ ആകുന്നുണ്ടോ? എഴുതി വെക്കാനുള്ള ഗ്യാപ്പ് കിട്ടുന്നുണ്ടോ? അൺലിമിറ്റഡ് സ്റ്റോപ്പ് ആണല്ലേ നൗഫലെ? അതെ അതെ, ഇതിന്റെ ഒരു പ്രകൃതി ഇതാണ്. പെട്ടെന്ന് അങ്ങനെ ഒരു ഫാസ്റ്റുള്ള പ്രകൃതിയാണ്. പിന്നെന്താ വെച്ചാല് ഇപ്പൊ ഒരു പ്രിപ്പറേഷൻ ഇല്ല, അതിനുള്ള സമയം കിട്ടില്ല. ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്ന് കിടന്നത്. പിന്നെ മോനൊക്കെ ഇങ്ങനെ ഉണർന്ന് ഇങ്ങനെ കളിച്ചപ്പോൾ ഉറക്കം ഒന്നും ക്ലിയർ ആയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ കേസ് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി സാവധാനത്തിൽ പറയാം. മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്. സ്പീഡൊന്നുമില്ല, നന്നായി മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പം പിന്നെ അതേപോലെ പിന്നെ എഫേർട്ട് എടുക്കുക. അതായത് ഒരു ലീഡർ ആവണമെങ്കിൽ നമ്മൾ എന്താവണം, നല്ല എഫേർട്ട് എടുക്കണം. ചില ആളുകൾ ഉണ്ടാവും, പിന്നെ എനിക്കൊക്കെ നല്ല അനുഭവമുള്ള കാര്യം, അതുകൊണ്ട് ഞാൻ ഇതിൽ ഷെയർ ചെയ്യണം. നമ്മൾ പിന്നെ എഫേർട്ട് എടുക്കാതെ ഭാഗ്യത്തിൽ മാത്രം പരീക്ഷിക്കും. അതായത് ചിലപ്പോൾ ലോ അട്രാക്ഷൻ വരും, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ നടക്കും. ആ ഗോളൊക്കെ എഴുതി ഫുള്ള് സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കാതെ എന്നും വിഷ്വലൈസ് ചെയ്തു. വിഷ്വലൈസേഷൻ കറക്റ്റ് ഉള്ള കാര്യം തന്നെയാണ്, അത് പ്രപഞ്ചം നമുക്ക് തരും, അതിനുള്ള അവസരങ്ങൾ തരും. ആ അവസരങ്ങൾ നമ്മൾ കണ്ടെത്തണം. ആ അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കണം, അതിന് വേണ്ടി പ്ലാനുകൾ തയ്യാറാക്കണം. അല്ലാതെ ഒരിക്കലും നമുക്ക് നാളെ ഒരു 10, അങ്ങനെയാണെങ്കിൽ 1 കോടി റുപ്യ വിഷ്വലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ലോട്ടറിയും കണ്ടിട്ട് അങ്ങനെ എന്നാ പോരെ. പക്ഷെ ലോട്ടറി നമ്മൾ എടുക്കണ്ടേ? ചിലപ്പോൾ ആ ലോട്ടറി 500 രൂപ മുടക്കിയിട്ട് ഒരു ലോട്ടറി എടുത്താലേ എന്താവുള്ളൂ, നമുക്ക് 25 കോടി കിട്ടുള്ളൂ. ഈ 500 കോടിയും ചിലപ്പോൾ കളഞ്ഞു കിട്ടണമെന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ എഫേർട്ട് എടുത്തിട്ട് ഭാഗ്യം നമ്മളെ തുണക്കില്ല, പ്രപഞ്ചം നമ്മളെ തുണക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്ന തോന്നുന്നുണ്ടോ? ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയാ, ഷാറൂഖ് ഖാൻ ആയാലും ഞാൻ പറഞ്ഞ ഈ ആളുകളായാലും ഒക്കെ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട് നമുക്കറിയാം. നമുക്ക് പറ്റാവുന്ന പരിമിതികൾ വെച്ചിട്ട് നമ്മൾ നല്ലോണം എഫേർട്ട് എടുക്കുക, പ്രയത്നിക്കുക, നല്ലൊരു ടീമിനെ ഉണ്ടാക്കുക, അതിനു വേണ്ടി നിരന്തരം ഓരോ കാര്യങ്ങൾ ചെയ്യുക, എഴുതി വെക്കുക, അത് ഫോളോ അപ്പ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ലീഡറെ സംബന്ധിച്ചോളം ഉള്ളതാണ്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ പേര് ഓർത്ത് വെക്കുക. ഇപ്പൊ എല്ലാവർക്കും, ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ വാക്ക് എന്ന് പറഞ്ഞാൽ പേരാണ്. ഓരോരുത്തരുടെ പേരാണ്. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ തന്നെ ഒരാളെ പേര് ഇങ്ങനെ വിളിക്കുമ്പോൾ ഗോപിമാം, അല്ലെ കൃഷ്ണമൂർത്തി സാർ, അല്ലെ റസാഖ് സാർ, സൈഫ് സാർ എന്നൊക്കെ, സൈഫ് സാറോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് അറിയാലോ. അതൊരു സന്തോഷം നമ്മുടെ പേരിനാണ്. അപ്പം ഓരോ ജീവിതത്തിലും ഓരോ ഘട്ടത്തിലും ഇപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിക്കുന്ന കാര്യം, ഇപ്പൊ മെമ്പർ, കൗൺസിലർ ആയാലും അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവല്ലോ, അവരൊക്കെ പേര് ഓർത്ത് വെക്കുക. നമ്മളെ അങ്ങാടി നിന്നൊക്കെ കാണുമ്പോൾ
എന്താണ് മനസ്സാർ കുറെ ആളെ കണ്ടിട്ട് ഒരു വർത്താനം ഒരു നാലാളുടെ നമുക്ക് സന്തോഷം, ഒരു കല്യാണം കൂട്ടുന്നൊക്കെ. അപ്പം അവരൊക്കെ നമ്മൾ അറിയുന്നത് അറിയാത്തവരായ ആളുകളാണ്. നമ്മൾ പേര് ഓർത്തു. വലിയ വലിയ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നുള്ള ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ, നല്ല സുഹൃത്തുക്കളൊക്കെ പിന്നെ നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ പറ്റിയ ബുക്കാണ്. നോട്ട് ചെയ്യാത്തവർക്ക് വേണം ഒന്നും കൂടി പറഞ്ഞു തരാം. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, ഡെയിൽ കാർണഗി ഒരു ബുക്കാണ്. അതൊക്കെ നമ്മൾ ലൈഫിൽ കൊണ്ടുവന്നാൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലീഡർ ആകാൻ പറ്റിയ ബുക്കുകളാണ്. നല്ല ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുക, നമ്മൾ ബോസിനെ എങ്ങനെ കൈകാര്യം ചെയ്യുക, സാൻഡ്വിച്ച് മെത്തേഡിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പേര് ഓർത്ത് വെക്കുക, പേര് സേവ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ അതേമാതിരി തന്നെ റസാഖ് സാറെ ഞാൻ കണ്ടു. റസാഖ് സാറെ കണ്ടിട്ട് വർത്താനം പറഞ്ഞ് പേരൊക്കെ ഓർത്ത് വെച്ച് റസാഖ് സാറെ ഒരു മീറ്റിംഗിൽ വെച്ച് കാണുമ്പോൾ ഞാൻ റസാഖ് സാറോട് ചോദിക്കുക, എന്താണ് മണി സാർ വിശേഷം? റസാഖ് സാറോട് ചോദിക്കുകയാണ് ഞാൻ, എന്താണ് മണി സാർ വിശേഷം? അപ്പം തന്നെ ആൾക്ക് മനസ്സിലായി. അതേപോലെ നമ്മൾ എന്താക്കുക, റസാഖ് സാറോട് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ മറ്റുള്ള കാര്യം, ഇപ്പോൾ അക്യുപഞ്ചറാണ് റസാഖ് സാറെ പിന്നെ ഫീൽഡ്. അപ്പം അതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്താക്കുക, ഓർത്ത് വെച്ചിട്ട് റസാഖ് സാറെ എപ്പോഴെങ്കിലും കാണുമ്പോൾ സലാമത്തിന്റെ പിന്നെ വിശേഷം എന്താണ്, അതിന്റെ രണ്ടാമത്തെ ഇത് ഓപ്പൺ ആയോ, അല്ലെങ്കിൽ എത്ര സ്റ്റാഫ് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം ഉണ്ടാവും, നമ്മളെ കാര്യം ഉണ്ടാവും. അപ്പോൾ ഓരോ വ്യക്തികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ അച്ഛനെ പറ്റി, അമ്മയെ പറ്റി, ഭാര്യയെ പറ്റി, മക്കളെ പറ്റി, അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ അസുഖമായി കിടക്കുന്ന ആളുകളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്ന സമയത്ത്, മറ്റുള്ളവരോട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് വലിയൊരു സന്തോഷം ആയിരിക്കും, നമ്മളെ കുറിച്ച് നല്ല റെസ്പെക്റ്റ് ആയിരിക്കും. അയാൾ വരെ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും ആ കാര്യം നമ്മൾ ചോദിക്കുക, നിങ്ങളെ വീട്ടിലന്ന് വന്നപ്പോൾ ആ ചെടി ഉണ്ടായിരുന്നല്ലോ, ആ ചെടി നല്ല, അപ്പോഴാണ് അദ്ദേഹം ആ ചെടി ചിലപ്പോൾ ആ ചെടി എന്നും വെള്ളം ഒഴിച്ച് പരിപാലിക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ ആ ചെടീനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് വാചാലനായിരിക്കും, അത് എവിടുന്ന് കൊണ്ടുവന്ന്, എങ്ങനെ കിട്ടി. അപ്പൊ നമുക്കൊരു റെസ്പെക്ട് കിട്ടും അവരിൽ നിന്ന്. അത് വേറെ റെസ്പെക്റ്റ് ആണ്. റെസ്പെക്റ്റുകൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകൾ. അതേപോലെ നമ്മൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കാതിരിക്കുക. ഇപ്പൊ നമ്മൾ ഭക്ഷണം നേരം വൈകി കിട്ടിയതിന് നമ്മൾ സപ്ലയറോട് ദേഷ്യം വിടുക. വണ്ടി തിരക്കുള്ള സമയത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി പോരുമ്പോഴായിരിക്കും സെക്യൂരിറ്റി പറയും, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ. നമ്മൾ ചോദിക്കും, നിങ്ങൾ കണ്ടില്ല ഞാൻ ഇറങ്ങി വരുമ്പോൾ, എന്തുകൊണ്ട് അപ്പൊ പറഞ്ഞില്ല? പ്രായമുള്ള ആളുകളായാലും നമ്മളെ തുല്യമുള്ള ആളുകളായാലും നമ്മൾ താഴെ ജോലി ചെയ്യുന്ന ആളുകളായാലും നമ്മൾ എന്താ ദേഷ്യപ്പെടാതെ സംസാരിക്കുക, മറ്റ് അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക, മാറ്റി നിർത്തി സംസാരിക്കുക. ഇപ്പൊ സ്റ്റാഫുകളോടൊക്കെ എന്തെങ്കിലും പറയാണ്ട് മറ്റ് സ്റ്റാഫുകളെ മുന്നിൽ വെച്ച് അവരെ അപമാനിക്കാത്ത രീതിയിൽ എന്തൊക്കെ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുന്ന കാര്യം, നമ്മളെ കാര്യം നേടാനാണെങ്കിൽ നമ്മൾ എന്താ ഒരു സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരുവിധ ആൾക്കാർക്ക് പറയും, മുകളിൽ ബന്ന്, അതിന്റെ നടുവിൽ കുറച്ച് കാര്യങ്ങൾ, അടിയിൽ വീണ്ടും ബന്ന്. അപ്പൊ അതേപോലെ ആദ്യം സോഫ്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുക, എന്താ എൻ്റെ വിശേഷം, കാര്യങ്ങളൊക്കെ ചോദിക്കുക. എന്നിട്ട് അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയാം, ശരിയായില്ല ഇനി റിപ്പീറ്റ് ചെയ്യരുത്, അങ്ങനെ ചെയ്തിട്ട് വീണ്ടും പിന്നെ പോകുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് അവസാനിപ്പിച്ചിട്ട് സന്തോഷത്തോടു കൂടി ആ വ്യക്തിയെ തിരിച്ചയക്കുക. അപ്പൊ ഇതൊന്നും നമുക്ക് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമ്മൾക്കറിയില്ല, ഒരു ഉപ്പ് കൂടിയാൽ തന്നെ ഭാര്യയോട്, അല്ലെങ്കിൽ ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ കുട്ടികളോട് നമ്മൾ ഒച്ചത്ത് സംസാരിക്കുക. അപ്പോൾ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു ഗ്ലാസ്, ഇന്നലെ പുതിയൊരു ഡിന്നർ സെറ്റ് വാങ്ങിയിട്ട് നല്ലൊരു പുത്തൻ ഗ്ലാസ് കിട്ടി, നമ്മൾ കുട്ടിയുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുട്ടിയെ പറയാത്തതൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അടിക്കും. നേരെ മറിച്ച് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്ന് നമ്മൾ പുത്തൻ ഗ്ലാസ്സിൽ ജ്യൂസ് കൊടുത്ത്, ആ ഗസ്റ്റ് വന്നാൽ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടി നമ്മൾ എന്താ പറയാ? ആ മോനെ അത് സാരല്ല, അല്ല മോളെ അത് സാരല്ല, അത് ഇപ്പോൾ ഇവിടുത്തെ പഴയ ഗ്ലാസ്, ഇവിടെ ഇതേപോലെ ഒരുപാട് ഗ്ലാസ് ഷോക്കേസിലുണ്ട്, അതല്ല നമ്മൾ പറയാം. എന്തുകൊണ്ട് നമ്മൾ നമ്മളെ കുട്ടിയോട് പറയുന്നില്ല? അപ്പോൾ ആ കുട്ടിയും ആ ശീലമാണ് കേട്ട് വളരുന്നത്. നമ്മൾ ചുറ്റുപാടുള്ള ആളുകൾ ഒക്കെ ആ ശീലങ്ങളാണ്. അപ്പൊ നമ്മളെ വീട്ടിൽ നമ്മളൊരു വ്യക്തിയായി കഴിഞ്ഞാൽ മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കലായിട്ട് നല്ല വ്യക്തികളായിട്ട് വളരും. അപ്പോൾ അതേപോലെ മറ്റുള്ള ആളുകളെ പഠിപ്പിക്കാതിരിക്കുക. കൂടുതൽ കാലം ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ നമ്മൾ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ സുഹൃത്തിനോട്, ഒരു മെഡിറ്റേഷനായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഭ്രാന്തനാക്കും. അതേപോലെ നമ്മൾ മാതാപിതാക്കൾ, അവർ നമ്മളെക്കാളും വിവരമുള്ള ആളുകളാണ്. അതേപോലെ ചിലപ്പോൾ മക്കൾ നമ്മളെക്കാട്ടിലും വിവരം, കാരണം ഓരോ ജനറേഷൻ വേറെയാണ്. അപ്പൊ അവരോടൊക്കെ നമ്മൾ അങ്ങോട്ട് അതങ്ങനല്ല, ഞങ്ങൾ ചെയ്ത് ശരിയായില്ല, അങ്ങനെ പഠിപ്പിക്കാതിരിക്കുക. അവരെ അറിവ് പിന്നെ തെറ്റാണെങ്കിൽ തിരുത്തി കൊടുക്കണം, നമ്മൾ ഉത്തരവാദിത്തമാണ്. അല്ലാതെ എല്ലാം എനിക്കറിയാന്ന് പറഞ്ഞിട്ട് പറയുന്നത് മുഴുവൻ പോലും കേൾക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെറുതെ കേട്ടിരിക്കുക, അത് നമുക്കൊരു ക്വാളിറ്റി ഉള്ള കാര്യമാണ്. ആ ഒക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടുള്ള. അതേപോലെ നമ്മൾ തിടുക്കം, ഇപ്പൊ ഇന്ത്യ തന്നെ പറയാലോ, എനിക്ക് ഇന്ത്യ ഇപ്പൊ ഒരു വീക്ക് പോയിന്റ് ആണ് ഈ സ്പീഡ് എന്നുള്ളത്, അത് എനിക്ക് തന്നെ അറിയാം. പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ്. വാഹനങ്ങളിലാണെങ്കിലൊക്കെ ഞാൻ എന്താണ്
പിന്നെ അത്രയും സ്പീഡിൽ പോകുന്ന ആളായിരുന്നു. അതൊക്കെ ഇപ്പൊ ഞാൻ നിയന്ത്രിച്ചു. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ ബാഡ് ഹാബിറ്റുകളൊക്കെ നമ്മൾ ആത്മനിയന്ത്രണം പാലിക്കും. ഒരു തിരക്കും ഉണ്ടായിട്ടായിരിക്കില്ല, ഞാൻ കറക്റ്റ് സമയത്തായിരിക്കും ഇറക്കുക. എന്നാലും റോഡിലോട്ട് കയറുമ്പോൾ ഒരാൾ എന്നെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓനെന്താ അങ്ങനെ പോയത്, എന്നെ വെട്ടിച്ചോ, അപ്പൊ അത് ഞാൻ ഗിയർ ചേഞ്ച് ചെയ്യും, അടിച്ചു വിടും. അതൊക്കെ ഒരു ബാഡ് ഹാബിറ്റാ. ഒരു നിമിഷത്തെ നമ്മൾ വാശി കൊണ്ട് നമ്മളെ ലൈഫ് തന്നെ അല്പം തകരാറിലാവും ഒരു വാക്ക് കൊണ്ട്. ചില ആളുകളെ കണ്ടില്ലേ, ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ജയിലിൽ കിടക്കുന്ന ആളുടെ അവസ്ഥ എന്താ? അതൊക്കെ ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് പറ്റി പോകുന്നതാണ്. അപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നാൽ ഒരുപാടുണ്ട്. ഈ സമയപരിധികൾ കൊണ്ട് നമുക്കിതൊന്നും അറിയാലോ, പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അപ്പം ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാല്ലേ, ഫീഡ്ബാക്കിലൂടെ പറയാം, ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുക. അപ്പം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ മൈന്യൂട്ടുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ വായന, പിന്നെ മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, അതൊക്കെ ചെയ്യുക, കൺസിസ്റ്റന്റ് ചെയ്യുക. റസാഖ് സാറിനൊക്കെ അറിയാം, ഞാനൊക്കെ ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ബിമാജിക്കിൽ ഉണ്ടായിരുന്നു. പിന്നെ സ്ഥിരത നഷ്ടപ്പെട്ടു. അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ആ സ്ഥിരോത്സാഹം നഷ്ടപ്പെട്ടു, ഹാബിറ്റുകളൊക്കെ മാറി. അപ്പം അതൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് തുടരാൻ സാധിക്കുക. അപ്പോൾ ഇതാൽ സാറിനൊക്കെ അറിയാം, ഇതാൽ സാർ ഞാനൊക്കെ ഒരുമിച്ച് രാവിലെ മോർണിംഗ് വാക്കിങ്ങിനൊക്കെ പോകുന്ന ആളുകളാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ മാറി നിന്നാലും റെഗുലറായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ലീഡർഷിപ്പിനെ കുറിച്ചിട്ട് ഞാനൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ, അത് തന്നെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതായാലും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു ഓൾ. നൗഫൽ സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. നമുക്ക് സാറ് പറഞ്ഞ ക്ലാസ് എന്തെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോർമലായിട്ട് സാറ് സംസാരിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷന്റെ ഫീഡ്ബാക്ക് ടൈം ആണ്. അപ്പോൾ ആരാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്? ഓക്കെ, താങ്ക് യു. ഞാൻ തന്നെ ഫസ്റ്റ് സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് വന്നത്. കാരണം ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്. ഏകദേശം ഞാനൊരു 2008 2008-2009 കാലഘട്ടത്തിലാണ് ഫസ്റ്റ് ഞാൻ നൗഫൽ സാറിനെ കാണുന്നത്. ഏകദേശം 2025 അപ്പോൾ അത്രയും വർഷത്തെ കാലത്തിന്റെ ഇടയിൽ ബിമാജിക്കിൽ വന്നതിന് ശേഷമാണ് നൗഫൽ സാർ ഈ ഒരു ചേഞ്ചസ് വന്നത് എനിക്ക് പറയാൻ പറ്റും. കാരണം 2008 കാലഘട്ടത്തിൽ ഞങ്ങള് കമ്പനിയാണ്, നമ്മളെ ഇതിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്തും ഷോപ്പിൽ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര്, അതായത് കച്ചവടത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടി പിന്നെ ബിമാജിക്കിൽ വന്നതിന് ശേഷം ഒരുപാട് ബുക്സ് കാര്യങ്ങള് നൗഫൽ സാർ വായിക്കാറുണ്ട്. എനിക്കറിയാം, കാരണം നമ്മൾ കാണുന്നതാണ് പല ബുക്കും. ഞാൻ വായിക്കാറില്ലെങ്കിലും എനിക്ക് പൊതുവെ ബുക്ക് വായിക്കുന്ന തീരെ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ നമുക്ക് ടെക്നോളജിനോടാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ബുക്ക് വായിച്ചിട്ടുള്ള ഒരുപാട് അറിവുകൾ നൗഫൽ സാറിനുണ്ട് എന്നും എനിക്കറിയാം. പിന്നെ നമ്മൾ ഡെയിലി വാക്കിങ്ങിന് പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ പറയാനുള്ള കാരണം. എനിക്ക് നല്ലൊരു സെഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സർവേഴ്സ് കൾച്ചർ, അതായത് മോർണിംഗിൽ എഴുന്നേൽക്കുന്ന കാര്യം. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ 4 മണിയാകുമ്പോഴേക്കും നമ്മൾ എണീച്ചിട്ട് ടേബിൾ ടോക്കിന്റെ മീറ്റിങ്ങിൽ കയറണം. അതിന് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ നമ്മൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഈ രാവിലെ എഴുന്നേൽക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും. അപ്പൊ അതിന് പറ്റുന്നൊരു മെത്തേഡാണ് ഒന്നുകിൽ അപ്രിസിയേഷൻ, നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് അപ്രിസിയേറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാളെ രാവിലെ ഞാൻ എണീക്കുകയാണെങ്കിൽ എനിക്ക് ഇന്ന ഗിഫ്റ്റ് ഞാൻ ചെയ്യും. ആ ഗിഫ്റ്റ് ചെയ്ത് ആ ഒരു മെത്തേഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പരീക്ഷിക്കാം, ഏതൊരു കാര്യങ്ങളും സർവീസ് കൾച്ചറിൽ. പിന്നെ രണ്ടാമത്തെ ഒരു സിസ്റ്റമാണ് ഫൈന് പറഞ്ഞ സിസ്റ്റം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഇതിന് ഫൈന് ഈടാക്കുന്നുള്ള രീതി. ഇപ്പൊ ടേബിൾ ടോക്കിൽ നമുക്ക് എല്ലാത്തിനും ഫൈനാണ്. രാവിലെ 4 മണിക്ക് എണീറ്റില്ലെങ്കിൽ ഫൈനാണ്, ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും ടു ഡു ലിസ്റ്റ് തലേ ദിവസം അയച്ചിട്ടില്ലെങ്കിൽ ഫൈനാണ്. അപ്പൊ ഇതിന് ഫൈൻ ഏർപ്പെടുത്തി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു കൾച്ചറൊക്കെ നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ എനിവേ താങ്ക് യു. ഇനി ഇതിനു മുമ്പ് ഞാൻ എൻ്റെ അതായത് കോണ്ടാക്ട് ലിസ്റ്റ് എടുത്ത സമയത്ത് നൗഫൽ സാർ മുമ്പ് എടുത്തിരുന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ബിമാജിക്കിൽ തന്നെ. ആ ഒരു പ്രൊഫൈൽ പിക്കാണ് അതിൽ കണ്ടത്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നൗഫൽ സാറിന് അയച്ചെടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ പിക്കിൽ ആ ഫോട്ടോ ഉള്ളത്. അപ്പൊ എനിവേ താങ്ക് യു. ഇനിയും ഒരുപാട് സെഷൻസ് എടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.
താങ്ക് യു സോ വളരെ മച്ച്. സന്തോഷം ഫീഡ്ബാക്ക് കിട്ടിയാൽ. ഒന്നാമത് ഇതായി സാറെ അതിൽ പ്രതീക്ഷിച്ചില്ല. കാരണം മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും വർക്കുമായിട്ട് ഇരിക്കലാണ്. പൊതുവെ എല്ലാം നടക്കാൻ ഇറങ്ങുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഏതായാലും ഒന്നതിൽ കണ്ടതിലൊക്കെ താങ്ക് യു. ഓക്കെ, റസാഖ് സർ. താങ്ക് യു നൗഫൽ സാർ. നല്ലൊരു അടിപൊളി സെക്ഷനായിരുന്നു. ഞാന് സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മള് ട്രെയിനിങ് എന്നിട്ട് സംഭവമുണ്ട്. അതായത് ട്രെയിനർമാർക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്, അതായത് അവരൊരു PPT ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു 10-14 സെക്ഷനായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതിങ്ങനെ പ്രസന്റ് ചെയ്യും. അവര് തന്നെ, അതായത് അവരിൽ നിന്ന് പഠിച്ചത് മാത്രം പ്രസന്റ് ചെയ്യുന്ന ചില ട്രെയിനേഴ്സ് ഉണ്ട്. അത് നമുക്ക് കേട്ടാൽ തന്നെ അറിയാം ഇത് റെഡിമെയ്ഡ് ആണ് എന്നുള്ളത്. ഇത് നൗഫൽ സാറിന്റെ അങ്ങനെ നൗഫൽ സാർ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തി ആ ഒരു അറിവാണ് നമുക്ക് ഇവിടെ പറഞ്ഞു തന്നത്. ഞങ്ങൾക്കറിയാം ഈ ബിമാജിക്കിന്റെ ഫസ്റ്റ് തുടക്കത്തിൽ ഇതാസ് സാർ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 14 സബ് ഗ്രൂപ്പുകളുണ്ട്. 14 സബ് ഗ്രൂപ്പുകൾ ഞാൻ അഡ്മിനായിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അതേപോലെ തന്നെ മെയിൻ ഗ്രൂപ്പ് വേറെ ഉണ്ട്. ഇതൊന്നും അല്ലാത്തത് ഞങ്ങൾക്കൊരു എക്സ്ട്രാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ നൗഫൽ സാർ, അതേപോലെ സിദ്ദീഖ് അത്താണിക്കല്, ഇങ്ങനെ കുറച്ച് ടീമുകൾ പിടുത്തം വിട്ട കേസ് സംസാരിക്കണ അല്ല, ഒരു മെഡിറ്റേഷന്റെ വലിയ ലെവലൊക്കെ സംസാരിക്കുന്ന ടീമുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ അറിവുള്ള ആളുകളെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ആ ഒരു ഫിനാൻഷ്യൽ പറയുമ്പോൾ തന്നെ അറിയാം ഇത് ഇയാള് കൈകാര്യം ചെയ്ത് അതിൽ നിന്ന് തെളിഞ്ഞത് മാത്രമാണ് പറയുന്നത് എന്നുള്ളത്. അതാ കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം. എന്തായാലും നല്ലൊരു, അതുപോലെ തന്നെ നൗഫൽ സാർ പറഞ്ഞൊരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. ഇപ്പൊ സിഗരറ്റ് വലിക്കണ്ട എന്നൊരാൾ തീരുമാനിച്ചാൽ സിഗരറ്റിന്റെ ഒരു ലോകത്തേക്ക് അയാളെ കൊണ്ടേ വിടും. ഞാൻ ഇതേപോലെ തന്നെ ഒരു മെഡിറ്റേഷൻ, ഈ വിഭാസന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഇറച്ചി, മീന്, കോഴിമുട്ട, പാല് ഇതുപോലുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ല എന്ന് നിബന്ധന വെച്ചിട്ട് ഒരു 40 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാൻ വിചാരിച്ചു. നൗഫൽ സാർ പറഞ്ഞതുപോലെ തന്നെ സകല കല്യാണങ്ങളും കുടിയിരിക്കലും കുറ്റക്കലും ആ ഒരു കാലയളവിലാണ് വന്നത്. എന്താ ഇല്ലാത്തൊരു പരിപാടിയില്ല. രാവിലെ പരിപാടി, ഉച്ചക്ക് പരിപാടി, വൈകുന്നേരം പരിപാടി, ഇതിനൊക്കെ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതെ പോകുന്നുണ്ടോ? കാരണം നമ്മളൊക്കെ അറിയാം, നമ്മളെ മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പരിപാടി പോലെ ഒന്നുകിലെ ഇറച്ചി അല്ലെങ്കിൽ മീൻ, ഇതില്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ. വെജിറ്റേറിയൻ വളരെ കുറവല്ലേ പൊതുവെ, അങ്ങനത്തെ ഒരു സദസ്സല്ല. അപ്പോ അതിൽ നിന്നൊക്കെ റിക്കവർ ആയിട്ടാണ് ഞാൻ അത് ചെയ്ത് തീർത്തത്. അപ്പൊ നൗഫൽ സാർ പറഞ്ഞു വളരെ സത്യസന്ധമായ കാര്യമാണ്. നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അത് നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം തന്നെ നമ്മളെ ശ്രമിക്കും. അതിൽ നിന്ന് നമ്മൾ എന്ന് റിക്കവർ ആകണം, പിന്നെ അങ്ങനത്തെ ഒരു വിഷയം വരില്ല, ഇങ്ങനത്തെ ഒരു വിഷയം വരില്ല. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെ ഈ ലീഡേഴ്സ്, നമ്മളിപ്പോ ലീഡേഴ്സാണ്, സബ് ഗ്രൂപ്പിന് പേരിടാത്ത ലീഡേഴ്സാണ്. അപ്പൊ അത് ലീഡേഴ്സ് ക്വാളിറ്റി പറഞ്ഞ കൂട്ടത്തിൽ അതും കൂടി ഒന്ന് പറയാമായിരുന്നു. നൗഫൽ സാറേ, നമ്മളെ സബ് ഗ്രൂപ്പിന് പേരിടാത്ത ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ ലീഡേഴ്സ് ഒക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു. Okay, thank you, Razak sir. Thank you so much. Okay, then Sindhu ma'am. മാജിക് മോർണിംഗ് നൗഫൽ സാർ. ഞാന് എന്താ പറയാ, ഈ ഒരു ബിമാജിക്കിൽ വന്നതിന് ശേഷം എന്റെ സബ് ഗ്രൂപ്പിൽ ഇതുപോലെ ഒരു ആക്റ്റീവായ ഒരു മെമ്പർ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ. ഞാൻ ആദ്യം തന്നെ നൗഫൽ സാറിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ എന്റെ കൂടെ സബ് ലീഡറായിട്ട് നിക്കാൻ പറ്റിയ ഞാൻ ഇന്നൊരു ഗ്രൂപ്പ് ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ഗ്രൂപ്പിന് വേണ്ടി എനിക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് ഗോപിക മാമിന് നന്നായിട്ട് അറിയാം, റസാഖ് സാറിന് നന്നായിട്ട് അറിയാം. അത്രയും നന്നായി ഒരു ലീഡർഷിപ്പിൽ എല്ലാ കാര്യം കൊണ്ടുനടക്കുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൽ കയറിയതിനു ശേഷം എനിക്ക് അംഗൻവാടിയിൽ ഒരുപാട് വർക്ക് കൂടുതലാണ്. ഒരു അവാർഡിന് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ കൗമാരപ്രായക്കാര് പെൺകുട്ടികൾക്ക് ക്ലാസ്സുകൾ അവർ തരുന്നതിന്റെ പുറമെ അഡീഷണൽ ആയിട്ട് ഒരുപാട് ഹോളിഡേയ്സിലൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അവരെ പോലീസ് സ്റ്റേഷൻ, മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ അവരെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കാണുന്ന കാരണം സാർ ഇപ്രാവശ്യം എന്നെയാണ് കൊടുത്തത് അവാർഡിന്. അതിന് വേണ്ടി കുറെ അസൈൻമെന്റ് പോലെ കുറെ പേപ്പറുകളും
ഒക്കെ റിപ്പോർട്ടുകളൊക്കെ എഴുതി, ഈ ഒരു കൊല്ലത്തെ റിപ്പോർട്ട് കംപ്ലീറ്റ് എഴുതി അത് തയ്യാറാക്കണം. അതിന്റെ കൂടെ ഫോട്ടോസുകളൊക്കെ ഏതോ എടുക്കുന്ന ഫോട്ടോസൊക്കെ തെരഞ്ഞെടുത്തിട്ട് അതൊക്കെ കഴുകി അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ്. അത് കാരണം രാത്രിയൊക്കെ കുറെ വൈകിട്ടാണ് ഞങ്ങൾക്ക് എടുക്കണത്. അപ്പൊ എനിക്ക് അത് കാരണം സത്യം പറഞ്ഞ സബ് ഗ്രൂപ്പ് ശ്രദ്ധിക്കാൻ ഇതുവരെയ്ക്ക് പറ്റിയിട്ടില്ല. അതിപ്പോ ഒരു ഇന്നത്തോടെ അവസാനിക്കും. എന്തായാലും അത് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ സാർ ഇതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡും ഇതെല്ലാം പറയണത് എല്ലാം അക്ഷരം പ്രതി ഒക്കെ കറക്റ്റാണ്. നമ്മൾ അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. അപ്പൊ എന്തായാലും നല്ലൊരു സെക്ഷൻ എടുത്തതിന് സാറിന് ഒരുപാട് താങ്ക്സ്. ഓക്കെ, താങ്ക് യു ഗോപിക, താങ്ക് യു ഓൾ, താങ്ക് യു നഫൽ, താങ്ക് യു. ഓക്കെ സിന്ധു മാം, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. ഓക്കെ, കേൾക്കാമോ? സർ കേൾക്കാം, പറഞ്ഞോളൂ. നൗഫല് നല്ലൊരു ക്ലാസ് ആയിരുന്നു. പഴയ നൗഫലും പുതിയ നൗഫലും ഹിദായത്ത് പറഞ്ഞ മാതിരി വളരെ വ്യത്യാസമുണ്ട്. കാലം മാറ്റം വരുത്തിക്കുന്നു. അത് അറിവിന്റെ പുസ്തകങ്ങളിലൂടെ യാത്രകള്. നൗഫല് പറഞ്ഞ കണ്ടന്റ് ബി മാജിക്കില് എല്ലാവരും മിക്കവാറും ചെയ്യുന്നതാണ്. അത് ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്ക് കാണാം. പക്ഷെ നൗഫൽ അവതരിപ്പിച്ച അത് ആ അഫ്ലുവൻസി എല്ലാം ഞാൻ പഴയ നൗഫലിനെ പുതിയ നൗഫലായിട്ടൊന്നും ഇങ്ങനെ കമ്പയർ ചെയ്ത ഹിദായ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആ നൗഫലിന്റെ പഴയ ക്ലാസ് ആലോചിച്ചു. നന്നായിട്ടുണ്ട്, നല്ല പ്രസന്റേഷൻ. താങ്ക് യു വെരി മച്ച്. സാറിന്റെ വാക്കുകളൊക്കെ വാല്യുബിൾ ആണ്. സാറ് റഫൽ സാറൊക്കെ എന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഗുരുതുല്യം കാണുന്ന ആളുകളാണ്. ഇവരെ ഇന്നൊക്കെ നല്ല വാക്കുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം, പ്രത്യേകിച്ച് രാവിലെ തന്നെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ നൗഫൽ സർ, അപ്പോ ഇവരൊക്കെ പറഞ്ഞപ്പോൾ ഗുഡ് മോർണിംഗ് മണി സർ. നൗഫൽ സാർ, നല്ലൊരു പ്രസന്റേഷൻ. രാവിലെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. നല്ല ഒഴുക്കോട് കൂടിയിട്ട് നല്ല ഒരു ഫ്രണ്ട്ലി ടോക്കാണ്. ഒരു സുഹൃത്ത് സംസാരിക്കുന്നത് പോലെ, അടുത്തൊരു സുഹൃത്ത് സംസാരിക്കുന്ന പോലെ നല്ലൊരു പ്രസന്റേഷനാണ് ഉണ്ടായത്. ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവനും അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പുഞ്ചിരിക്കണം, നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം, നമ്മൾ പങ്ക്ച്വൽ ആയിരിക്കണം, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യണം, അവരുടെ കാര്യത്തിൽ നമ്മൾ സന്തോഷവാനായിരിക്കണം, മറ്റുള്ളവർക്കൊരു വഴികാട്ടിയായാലും ആയി മാറാനും, നമ്മൾ മറ്റുള്ളവരെ വിജയത്തിൽ നമ്മൾ സന്തോഷിക്കാനും പറ്റുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ്. അപ്പം വളരെയേറെ പോയിന്റുകളുടെ ഒരുപാട് പോയിന്റുകളാണ് പറഞ്ഞു തന്നത്. ശരിക്കും പറഞ്ഞാൽ 2 or 3 ക്ലാസ്സിൽ പറയേണ്ട കാര്യങ്ങളാണ് ഇന്ന് സാറ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് പോയിട്ട് വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും എല്ലാ പോയിന്റും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുള്ളത്. പിന്നെ നല്ലൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞത്. അത് പ്രത്യേകിച്ച് നമ്മൾ ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ്റെ ഒക്കെ ആ പ്രസക്തി കുറച്ചും കൂടി ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ബാഡ് ഹാബിറ്റ്സ് ഒഴിവാക്കുമ്പോൾ റസാഖ് സാറ് പറഞ്ഞ മാതിരി അത് പ്രകൃതി നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വന്നതാണെന്നുള്ള ആ കാര്യം കൂടി ഓർമ്മിപ്പിച്ചത് നന്നായി. അതുപോലെ തന്നെ ഹിദായത്ത് സാറിന്റെ ഫ്രണ്ടാണെന്ന് അറിഞ്ഞതിൽ വേറെ സന്തോഷം. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള ക്ലാസ് തന്നെയായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു മണി സർ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓക്കെ, അഖില മാം. ഞാൻ പ്രവിതയാണ്. ഞാനിതിൽ എന്താ പറയാ, സ്റ്റാർട്ടിങ്ങിലാണ്. നൗഫൽ സാറിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. എല്ലാവരും പറഞ്ഞു സാറ് ഇന്ന് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നു എന്നുള്ളത്. അപ്പം ക്ലാസ് വളരെ നന്നായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാന്ന് കരുതി. ഞാൻ ഇന്നലെ നൗഫൽ സാറിനെ വിളിച്ചായിരുന്നു, ഗ്രൂപ്പിൽ നിന്ന് നമ്പറൊക്കെ എടുത്ത്. ഇന്നലെ രാവിലെ ഒരു റിവ്യൂ പറഞ്ഞ കൂട്ടത്തില് സാറ് 2 ബുക്സ് റെഫർ ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ പേര് ഞാൻ മറന്നുപോയതിന് വേണ്ടി വിളിച്ചു. അപ്പൊ സാർ എന്തോ തിരക്കിലൊക്കെയാണ്, പക്ഷെ ഫോൺ എടുത്തു. എന്നാലും പറഞ്ഞു എന്നോട് ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ എന്താ പറയാ, ഭയങ്കര കാര്യമായിട്ട് ആ 2 ബുക്സിന്റെ പേര് പറഞ്ഞു തന്നു, അതിന്റെ ഫോട്ടോ എനിക്ക് വിട്ടു തന്നു. ഇത് വായിച്ചോ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അറിയെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, നല്ല ബുക്ക് ഇതാണ്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ല രീതിയിൽ എനിക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും വിളിച്ചോളാൻ പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരാളാണ്. വളരെ നല്ല ക്ലാസ്. ഇനി ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് വരുന്നു പ്രതീക്ഷിക്കണം. ഓക്കെ, മാജിക് മോർണിംഗ്. സാർ നല്ല ക്ലാസ് ആയിരുന്നു.
സാർ പിന്നെ മിക്ക ദിവസവും ഫീഡ്ബാക്ക് പറയുമ്പോഴത്തേക്ക് ക്ലാസ് പോലെ തന്നെ കാര്യങ്ങൾ പറയുന്ന ആളാണ്. പക്ഷെ സാറ് ചെയ്ത് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് സാറ് പറയുന്നത്. അത് സാധാരണ ചില ആൾക്കാരുണ്ട്, നമ്മളൊരു കാര്യം ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരത് ഉയർന്നു വരും എന്നുള്ള ചെറിയ കുശുമ്പ് കൊണ്ട് പറയാതിരിക്കുന്ന ആൾക്കാരുണ്ട്. സാറ് പക്ഷെ അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും എല്ലാരും ചെയ്ത് എല്ലാരും വിജയിക്കണം എന്നുള്ളൊരു മൈൻഡോടുകൂടി പറയുന്ന ഒരാളാണ്. നല്ല നല്ല ക്ലാസ് ആയിരുന്നു സാർ. സാറിന്റെ മനസ്സ് ഭയങ്കര നല്ലതാ. താങ്ക് യു. ഓക്കെ, താങ്ക് യു അഖില മാം. നൗഫൽ സാർ. അയ്യോ, ഓ, ഓക്കെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. സാറ് ഞാൻ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ നോട്ട്സ് എഴുതുമ്പോൾ ലാസ്റ്റ് സാറ് പറയുന്ന കാര്യം കൂടെ സൈഡിൽ പേര് എഴുതി വെച്ചിട്ട് നൗഫൽ സാർ എന്ന് എഴുതിയിട്ട് ആ പോയിന്റും കൂടെ എഴുതി മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു അതേപോലെ തന്നെ ഒരു നല്ലൊരു ക്ലാസ് കേട്ടോ. നല്ലൊരു ക്ലാസ്, നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ഷൈനി മാം. ഹായ്, ഓക്കെ, ഇപ്പൊ ഹലോ. ലാസ്റ്റ് ഒരു സെക്കൻഡ്. എന്തായാലും ഇത്രയും ആളുകൾ പറയുന്നതിൽ എല്ലാം കൊണ്ട് തന്നെ ഞാനൊന്ന് പറയുകയാണ്. വളരെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച് നൗഫൽ സാർ. താങ്ക് യു, ബൈ. ഓക്കെ, ഇനി ആരെയും സംസാരിക്കുന്നുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ പെട്ടെന്ന് സംസാരിക്കും. ഹലോ, മാജിക് ഓക്കെ. മോർണിംഗ്. നൗഫൽ സാർ നല്ലൊരു സെക്ഷൻ തന്നെയായിരുന്നു. ഞാൻ സംസാരിക്കാൻ ടൈം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പറയാതെ ഇരുന്നത്. എന്തായാലും നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ച് ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സാറിന്റെ സ്വന്തം ശൈലിയിൽ അതുപോലെ തന്നെ സാറിന് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സാറ് നമുക്ക് ഷെയർ ചെയ്ത് തന്നത്. വളരെ നല്ലൊരു സെക്ഷൻ. നമ്മൾ മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാവുക, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ അതായത് നമ്മുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തി അവർക്ക് നമ്മളെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മളാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, സാറ് പറഞ്ഞ പോലെ ഫോർഗിവ്നെസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റൂലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് തിരിച്ചൊരു നന്ദി പറയാനും അതുപോലെ തന്നെ അവരെ മനസ്സിലാക്കാനും നമ്മൾ നല്ലൊരു ലിസണർ ആവുക. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. വളരെ നല്ലൊരു ക്ലാസ്. ഓക്കെ, മാം, താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ്. ഞാൻ അഫിയ. നൗഫൽ സാർ പറഞ്ഞ പോലെ മാജിക്കിന്റെ തുടക്കം മുതലേ എന്ന് പറഞ്ഞ പോലെ ഏകദേശം ഉണ്ടായിരുന്ന ഒരാളാണ്. അന്ന് മുതൽ ഇന്ന് വരെ കണക്ഷൻ ഉള്ള ഒരാളും. പിന്നെ ക്ലാസ്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഓരോന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡെയിലി നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരാളാണ്. മാഷാ അല്ലാഹ്. അപ്പോ ബഷീർ സാർ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് നല്ലൊരു മാറ്റം കാണുന്നുണ്ട്. ഇനി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നൗഫൽ സർ, ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നമുക്ക് നമ്മുടെ സെക്ഷൻസിൽ ഫീഡ്ബാക്കിന് വേണ്ടി നമ്മൾ എല്ലാവരും വിളിക്കാറാണ് പതിവ്. പക്ഷെ ഇന്നത്തെ സെഷനിൽ എല്ലാവരും ഇങ്ങോട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറിന് അത്രയും അപ്രീസിയേഷൻസ് കിട്ടിയില്ലെങ്കിൽ സാറിന്റെ ക്ലാസ്സിന്റെ വാല്യബിളും സാറിന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് ബ്ലെസ്സിങ്സ് ലൈഫിൽ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ബി മാജിക് ഫാമിലിയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും സർ. ഓക്കെ, അപ്പോൾ നല്ലൊരു സെഷൻ ഒരുപാട് സെഷനുമായിട്ട് സാറിന് വരാൻ പറ്റട്ടെ. എനിവേ താങ്ക് യു സോ മച്ച് ടു ആൾ. അപ്പോൾ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ആൾ. താങ്ക് യു നൗഫൽ സർ. താങ്ക് യു ഓൾ വെരി മച്ച്. Thank you, sir. Have a nice day. താങ്ക് യു സർ.